അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിനായുള്ള പോരാട്ടങ്ങളിൽ നിസ്തുലമായ പങ്ക് വഹിച്ച ഭൂമിയാണ് പാലക്കാട്. രാമജ്യോതി പ്രയാണവും ശിലാപൂജയും പാദുകപൂജയും അടക്കമുള്ള പരിപാടികൾ പാലക്കാട്ടെ രാമഭക്തരിൽ ഉണ്ടാക്കിയിരിക്കുന്ന വികാരങ്ങൾ വലുതാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയായിരുന്നു പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന ശിലാപൂജ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തിരുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ട ഗ്രഹണം നീങ്ങി ദീപാലംകൃതമായി അയോധ്യ രാംലല്ലയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. രാമജന്മഭൂമിയിൽ മര്യാദാ പുരുഷോത്തമന്റെ ഭവ്യക്ഷേത്രത്തിനായുള്ള പോരാട്ടങ്ങൾ ഈ രാജ്യം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ്. അയോധ്യയ്ക്കായുള്ള ഭാരതഭൂമിയിലെ പോരാട്ടങ്ങളിൽ പാലക്കാടൻ മണ്ണും വിണ്ണും അനശ്വരമായ സംഭാവനകൾ നൽകിയിരുന്നു. ഭാരതത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ജ്യോതി പ്രയാണം കേരളം മുഴുവൻ സഞ്ചരിച്ചെത്തിയത് പാലക്കാടായിരുന്നു. വലിയ സ്വീകരണം ജ്യോതി പ്രയാണത്തിന് പാലക്കാട് ഒരുക്കി. ശ്രീരാമ പാദുകത്തിൽ അർച്ചന അർപ്പിക്കാനും ജനസാഗരം ഒഴുകിയെത്തി. ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയായി പാദുക പൂജ പാലക്കാട് നടത്തപ്പെട്ടു. ഒരാഴ്ചക്കാലം അത് ഗംഭീരമായി വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ചാൽ രാത്രി 11 മണി വരെയായിരുന്നു അതിൻ്റെ ഓരോ ഭാഗത്തും സ്വീകരണങ്ങൾ. വളരെയേറെ ഭക്തജനങ്ങളും പങ്കെടുത്ത് നാദസ്വരത്തിലുള്ള വാദ്യമേളങ്ങൾ കൂടിയും ഓരോ ക്ഷേത്രങ്ങളും വിവിധ തരത്തിലുള്ള അലങ്കാരത്തോട് കൂടിയിട്ടാണ് ഈ പാദുകാരത്തെ സ്വീകരിച്ചത്. അയോധ്യ ക്ഷേത്രത്തിനായി ഭാരതമെമ്പാടു നിന്നും ശിലകൾ പൂജിച്ചയക്കുന്ന ശിലാപൂജാ ചടങ്ങിൽ കേരളത്തിൽ നിന്ന് മുഴുവനുമുള്ള ശിലകൾ പാലക്കാട് എത്തിച്ചിരുന്നു. ശിലാപൂജ മഹാസമ്മേളനം പാലക്കാട് കോട്ടമൈതാനിയിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയാണ് ഉദ്ഘാടനം ചെയ്തത്. RSS നേതാവ് P. പരമേശ്വരൻ മഹാസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. തമിഴ്നാട് ഹിന്ദു മുന്നണി നേതാവ് രാംഗോപാൽ അടക്കമുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തിരുന്നു. രാമജന്മഭൂമി പോരാട്ടത്തിൽ പാലക്കാട് അകത്തേത്തറ ശിവാനന്ദാശ്രമത്തിന്റെ പങ്കും വളരെ വലുതായിരുന്നു. കർസേവയടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നത് ശിവാനന്ദാശ്രമത്തിൽ വെച്ചായിരുന്നു. ആശ്രമം കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങൾക്ക് നിത്യാനന്ദ സ്വാമി നേതൃത്വം നൽകി. ഇവിടുന്ന് കർസേവയ്ക്ക് വേണ്ടി അയക്കാൻ സർവ്വ മനുഷ്യന്മാർക്കും പൊതിച്ചോറ് 2, 3 പൊതി വീതം ഓരോരുത്തർക്കുള്ള പൊതിച്ചോറുണ്ടാക്കി അവരെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് ആക്കുക. അന്ന് പറഞ്ഞ് എന്തോ ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ. ഉടനെ സ്വാമിജി പറഞ്ഞു, സ്വാമിജി അന്ന് താടി നിരയെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ മുന്നിൽ നിൽക്കാം, എന്താ പ്രശ്നം വെച്ചാൽ വന്നോട്ടെ. അങ്ങനെ സ്വാമിജിയാണ് മുന്നിൽ പോയത്, ഞങ്ങളെല്ലാവരും പിന്നിൽ പോയി. അന്ന് ആ 2 കമ്പാർട്ട്മെൻറ്റിലൂടെ നിന്ന് കയറ്റിവിട്ടു. പ്രക്ഷോഭ സമയം വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ അധ്യക്ഷനായിരുന്ന അശോക് സിംഗാൾ കേരളത്തിലെത്തി മാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശനം നടത്തിയ ശേഷം പാലക്കാടെത്തി രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. പതിറ്റാണ്ടിനിപ്പുറം പോരാട്ടങ്ങളുടെ സാക്ഷാത്കാരമായി അയോധ്യയിൽ ക്ഷേത്രമുയർന്നത് കാണാൻ സാധിച്ച ഭാഗ്യം അനുഭവം. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയരുമ്പോൾ പിന്നിലുള്ളത് നിരവധി പോരാട്ടങ്ങളുടെ കഥകളാണ്. ആ പോരാട്ടങ്ങളിൽ അവിസ്മരണീയമായ ഏടുകൾ സംഭവിച്ചിട്ടുള്ള ഭൂമിയാണ് പാലക്കാട്. മാതാ അമൃതാനന്ദമയി ദേവി അടക്കമുള്ള നിരവധി ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠർ അനുഗ്രഹിച്ചാനയിച്ച പോരാട്ടങ്ങൾ രാംലല്ലയായി പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് പല തലമുറകളുടെ സ്വപ്നങ്ങളും പ്രയത്നങ്ങളുമാണ്. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.